ഇന്നലെ രാത്രി ആക്സിഡന്റ് ആയ വണ്ടിയാണ്. വണ്ടിയുടെ ബ്രാൻഡ് വന്നിട്ട് ഹോണ്ടയുടെ ജാസ് ആണ്. ഈ കാണാം അവിടെ നിന്ന് ക്യാബി ലൈനൊക്കെ ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ച് വന്ന വണ്ടിയാണ്. പക്ഷെ വണ്ടിയുടെ ജസ്റ്റ് ഫ്രണ്ട് നോക്കട്ടെ, ഫ്രണ്ട് ചെറുതായിട്ടൊരു ഡാമേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇരുമ്പൊക്കെയാണ് ഇടിച്ച് തെറിപ്പിച്ച് വന്നത്. പിന്നെ ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അകം ഇതാണ്. വേറെ 2 എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. വേറെ സീനൊന്നുമില്ല. വേറെ വലിയ പ്രശ്നങ്ങളോ വേറെ ഒന്നും വന്നിട്ടില്ല. ഒരു ചെറിയ കുലുക്കോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇടിച്ച ഇടിയിൽ 2 എയർ ബാഗും പൊട്ടി കറങ്ങി അടിച്ച് റോഡ് മുകളിലാണ്. റോഡിൽ നിന്ന് കറങ്ങി അടിച്ച് താഴെ ഇവിടെ വന്ന് കിടന്നത്. ആ വണ്ടിയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ജാസ് വണ്ടിയാണ്. ജാസ് ആണ് വണ്ടി. ബാക്കി മുകളിലത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആക്സിഡന്റ് ആഘാതം എന്താണെന്ന്. അപ്പൊ ഇടിച്ച സ്ഥലം ഇതാണ്. ഈ സ്ഥലത്താണ് ഇടിച്ചത്. ഇടിയുണ്ട്. ഈ പോസ്റ്റിലേക്ക് ഇരുമ്പ് പോസ്റ്റൊക്കെ ഇടിച്ച് തെറിപ്പിച്ച ഈ ഒരു സൈഡാണ്. ഈ സൈഡും പോയി. പിന്നെ ഗ്ലാസ് പൊട്ടി. പിന്നെ ഈ സൈഡ് ഗ്ലാസ് പൊട്ടി. പിന്നെ ഒരു മിറർ പോയി. വേറെ വലുതായിട്ട് വേറെ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല. ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല 2 എയർ ബാഗും കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു. അപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കണം അവര്. അപ്പൊ അത്രയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ. ഇത്രയും ഈ വണ്ടി ഇടിച്ച ഇടിയിലാണെങ്കിൽ ആൾക്കാർ കാണൂല. അത്ര വലിയൊരു ഇടിയാണ് ഇടിച്ചത് ഗൈസ്. മുകളിലത്തെ കാര്യം കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങ പോകുന്ന സൈഡിലേക്ക് പോയപ്പോഴാണ് വണ്ടി ആക്സിഡന്റ് ആയത്. ആദ്യം ഈ കുറ്റിയിൽ ഇടിച്ച് അത് കഴിഞ്ഞ് നേരെ വണ്ടി കുഴിയിലേക്കാണ് പോയത്. കുഴിയെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഇരുമ്പ് പോസ്റ്റ് കണ്ടാ, ഈ ഇരുമ്പ് പോസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് നിന്ന സ്ഥലം കാണിച്ചത്. ഇപ്പൊ ഈ അങ്കിൾ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് പോസ്റ്റ് ഇരിക്കുന്നത്. ഈ 4 ഇരുമ്പ് കഷ്ണത്തിലാണ് ഇവിടെയാണ് പോസ്റ്റ് ഇരുന്നത്. നോക്കിയാൽ ഈ പോസ്റ്റിനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കിടക്കണണ്ട. പോസ്റ്റ് കിടക്കണണ്ട. ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന പോസ്റ്റിനെ തള്ളി ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വണ്ടി കറങ്ങി തിരിഞ്ഞ് നേരെ പോയി കിടക്കുന്ന സ്ഥലം നോക്കിയാണ്. ഭാഗ്യത്തിന് ഇവിടെ ഒരു വലിയ കുഴിയാണ്. ആ കുഴിയിലോട്ടൊന്നും പോയില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വേണം പറയാം. പക്ഷെ തമിഴ്നാട്ടുകാരാണ്, അവർക്കൊന്നും സംഭവിച്ചില്ല. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. തമിഴ്നാട്ടുകാരാണെന്ന് അറിയത്തില്ല. പക്ഷെ വണ്ടി വന്ന് ഇവിടെ വന്ന് കിടക്കണം. ഹോണ്ടയുടെ ജാസ് ആണ്. അപ്പൊ ഇത്രയും വണ്ടിയുടെ അകം കാണിച്ചു തരാം. ഇത് കണ്ട, വലുതായിട്ടൊന്നും വേറെ പ്രശ്നമൊന്നും സംഭവിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് 2 എയർ ബാഗ് പൊട്ടിയെന്നേ ഉള്ളൂ. ആൾക്കാർക്കൊന്നും ഒന്നും പറ്റിയില്ല. വലിയൊരു ഭാഗ്യം ഇല്ലണ. അല്ലെങ്കിൽ ഇത്രയും വലിയ ഇടി അടിച്ചിട്ട് ഒന്ന് ആലോചിക്കാൻ. കുഴിയാണ്. ആ കുഴിയിൽ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയല്ല വന്ന് നിന്ന്. സത്യം ഗൈസ്. അതുപോലെ തന്നെ രാത്രിയാണ് നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റെസ്റ്റ് എടുത്തൊന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ രാത്രി വണ്ടി ഓടിക്കാവും. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും വണ്ടി കുറുക്ക് വന്നപ്പോൾ ഈ വണ്ടി കൊണ്ട് പാളിയതാവാം. എന്നാലും നമ്മൾ സൂക്ഷിക്കുക. ഇപ്പം ഈ വന്ന സ്പീഡിനായിരിക്കും ഇത്രയും ഫോഴ്സിൽ അതൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് നേരെ ഇവിടം വരെ എത്തിയത്. ഗൈസ്, അപ്പോൾ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുത്ത് മാത്രം വണ്ടി ഓടിക്കുക. എപ്പോഴും ഉറങ്ങിയതിന് ശേഷം, നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം വണ്ടി ഓടിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി വട്ടം വെച്ചതാവാം, അതൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ എന്തായാലും ഞാൻ പറയാണ്, നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പം എന്തായാലും നമ്മൾ ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് വേണം ഓടിക്കാൻ. അതുപോലെ തന്നെ നല്ല സ്പീഡായിരിക്കണം. അതായത് ഇതൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോയത്. ഇത് സ്പീഡ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇടിച്ചങ്ങ് നിൽക്കരുത്. ഇതിൻ്റെ പോസ്റ്റിലേക്ക് ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടി അത്രയ്ക്ക് ഇത്ര സ്പീഡ് ഉണ്ടെങ്കിൽ ഇടിച്ച് നിൽക്കുള്ളൂ. പക്ഷേ ഇത് തെറിപ്പിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ സൂക്ഷിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. പയ്യെ പോവുക. ഓക്കെ. അപ്പോൾ ഗൈസ്, ബൈ.